ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷി എനിക്ക് ഭയങ്കര അതിൽ ജോർജ് പയ്യൻസാണ്, ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ പോകുമ്പോൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് അതെല്ലാം കേൾക്കിരുന്ന് അഭിഷേക സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. ചില ആൾക്കാരിങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഒരു റിപ്പോർട്ടിങ് പോലെ പറയും. അവർക്ക് അഭിഷേകമില്ല, അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവരിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടാകത്തില്ല. കാര്യം അവർ പ്രാർത്ഥിച്ച് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ഈ സാക്ഷ്യം പറയുന്നതുകൊണ്ട് കർത്താവിൻ്റെ വചനം കൂടുതൽ പ്രചരിക്കണമെന്നോ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നോ ഒക്കെ അങ്ങനെ ആഗ്രഹിക്കാതെ പ്രേക്ഷിത ചൈതന്യമില്ലാതെ ചുമ്മാ കിട്ടിയ ഒരു അനുഭവം അങ്ങനെ പങ്കുവെക്കണം. അതിന് അഭിഷേകമാണ്. കേൾക്കുമ്പോൾ അറിയാം, അതിന് അനോയിൻറ്റിംഗ് അല്ല, ചുമ്മാ ഒരു റിപ്പോർട്ടിങ്ങാണ്, ഈവൻസ് റിപ്പോർട്ടിങ്ങാണ്. അവർക്ക് കിട്ടിയ രോഗസൗഖ്യം. അപ്പം അതിൻ്റെ വരണത് അതിൻ്റെ സാക്ഷ്യം ഇവിടെ അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എനിക്കൊരു അഭിഷേകം കിട്ടി. അപ്പം ഞാനത് ഇവിടുത്തെ ശുശ്രൂഷ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ കേട്ടുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ച സാധനം ഇപ്പം അവൻ പറയുമെന്ന്. അതാണ് ഞാൻ നിന്നത് കളാൻ. നീ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം അവനിപ്പോൾ പറയുമെന്ന്. അപ്പം ഞാനത് ഇവനെന്താണ് പരിശുദ്ധാത്മാവിൽ പറയാൻ പോകണമെന്ന് നോക്കിയപ്പോൾ അവൻ പറയുമായിരുന്നു, എൻ്റെ ആസ്തി എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ആഗ്രഹമാണ്. രണ്ട് കാര്യമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് എന്താണ്? ആഗ്രഹം. എന്ന് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞായിരുന്നു, ആഗ്രഹത്തിന് മേൽ അഭിഷേകം മേടിച്ചാൽ ഉടമ്പടി സാക്ഷാത്കരിക്കപ്പെടുമെന്ന്. മനുഷ്യന് ആഗ്രഹമില്ലേ? ഈ ആഗ്രഹം ആണ് ഇതിൻ്റെ അകത്ത് ഇന്ധനമെന്ന് പറയണത്. ശരിക്കും ഇപ്പോൾ ഈ വണ്ടിക്ക് പെട്രോൾ പോലെയാണ് ഒരു വ്യക്തിക്ക് ആഗ്രഹമെന്ന് പറയണത്. ആഗ്രഹം അപ്പം നിങ്ങളോർക്കും അത്യാഗ്രഹമല്ല, അങ്ങനെയല്ല. നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ ആഗ്രഹങ്ങൾ നിൻ്റെ ഉള്ളിൽ തരണം നിൻ്റെ ദൈവം തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ ആഗ്രഹം എന്ന് പറയണത്. ആ ആഗ്രഹം മാനുഷികമാണോ ദൈവികമാണോ എന്ന് നോക്കുന്നത് ഡിസേൺമെൻ്റാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നിങ്ങൾ മുന്നോട്ട് പോവുക, ഉടമ്പടിയോടെ മുന്നോട്ട് പോവുക, നമുക്ക് നോക്കാം, ലെറ്റ് us see എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾ UK പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ ബിലോ ആവറേജ് ആണല്ലോ, നിൻ്റെ ഫൊണറ്റിക്സ് എവിടെ ഇല്ലല്ലോ, നിനക്ക് നിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇല്ലല്ലോ, നിൻ്റെ സ്പീക്കിങ്ങിന് നിൻ്റെ മുടിയിൽ പോകുമല്ലോ എന്ന് പറഞ്ഞ് നീ പോകണ്ട എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും, നീ പോകുമോളെ എന്ന് പറയും, നീ പോയിക്കോളും, മുമ്പോട്ട് പോകും, നമുക്ക് നോക്കാമെന്ന് പറയും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്ത് തരും. മിനിമം ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നിനക്ക് ദൈവം കരുതി എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എല്ലാ ധ്യാനത്തിലും പറയാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. Ephesians 2:8 കൊട്ട് ചെയ്യാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഇതിൻ്റെ ബേസ് അതാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞതാണ്. എന്താണ്? നിൻ്റെ നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് ചില സമയത്ത് യോഗ്യത എങ്ങനെയാണെന്ന്, യോഗ്യത കുറയണമെന്നല്ല മക്കളെ പ്രശ്നം, സാമ്പത്തിക ഒരു യോഗ്യതയാണ്. ഇപ്പം അതുൽ ജോർജിൻ്റെ പ്രശ്നം എന്താണ്? അവന് UK പോകണം, ഉപരിപഠനം നടത്തണം. പക്ഷെ അവൻ്റെ പ്രോബ്ലംസ് അവൻ്റെ അയോഗ്യത എന്തൊക്കെയാണ്? ഒന്ന്, ആകപ്പാടെ ഉള്ളത് അവൻ്റെ ആസ്തി എന്താണ്? അവൻ്റെ ആസ്തി എന്ന് പറയുന്നത് ആഗ്രഹം മാത്രമാണ്.
വെറും ആഗ്രഹം, അതായത് ഒന്നുമില്ല, മറ്റ് സാമ്പത്തിക സെറ്റപ്പോ ഒന്നുമില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. UK പോയി ഉപരിപഠനം നടത്തണം, അതേ ആഗ്രഹമുള്ളൂ. പിന്നെ ഉള്ളത് അതിനെന്താ ഉള്ളത്? അതിന് അടിസ്ഥാനം എന്താ? വിശ്വാസം. ദൈവം എന്നെ ഏറ്റെടുക്കും. അതെന്ത് ദൈവമാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും അധികാരിയായ ദൈവം. അതാ ഒന്ന് പറഞ്ഞ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിന്റെ മേലും സ്ഥലത്തിന്റെ മേലും അധികാരിയായ ദൈവമാണ് എൻ്റെ അവകാശം. അപ്പോഴേ ഇതിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. അപ്പോഴ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? അവന് ആ വിശ്വാസമുണ്ട്, പിന്നെ എന്ത് ചെയ്യും? ആഗ്രഹമുണ്ട്. രണ്ട് കാര്യമാണ് അവൻ പറയുന്നുണ്ട്. എനിക്ക് രണ്ട് വിഷയമായിരിക്കും ഉള്ളത്. ഒന്ന് വിശ്വാസമുണ്ട് എനിക്ക്, പിന്നെ എന്താ ഉണ്ട് എനിക്കുള്ളത്? ആഗ്രഹമുണ്ട്. അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്ക് ചെയ്യുമ്പോൾ ആണ് ഞങ്ങളെല്ലാവരും ഉടമ്പടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന ആസ്പദങ്ങളെല്ലാം ടോർപ്പഡോ ചെയ്യും. അതല്ല ഞാനിപ്പോൾ ചെയ്തത്. ഇതൊരു ഓപ്പറേഷനാണ്, സുവിശേഷ പ്രഘോഷ ഒരു ഓപ്പറേഷനാണ്. അതായത് നിങ്ങളുടെ ഉള്ള വിശ്വാസം കറക്റ്റ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി, ദൈവത്തിലേക്ക് മാത്രമാക്കാൻ വേണ്ടി നിങ്ങളെ ആശ്രയം വച്ചിരിക്കുന്ന എല്ലാ ആസ്പദങ്ങളെന്ന് പറയുന്നത് എന്താണ്? ആശ്രയം വെച്ചിരിക്കുന്ന പണം, വീട്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, മെറിറ്റുകൾ, മാർക്ക്, നിങ്ങളുടെ കലിബർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാത്തിനും ടോർപ്പഡോ ചെയ്ത് കളയും. എന്താ കാര്യം? നിങ്ങളെ ഫുള്ളായിട്ട് ദൈവത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്ത്, ഇതൊരു ഓപ്പറേഷനാണ് ശരിക്കും. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് വേറെ നിങ്ങളുടെ മെറിറ്റിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് പലപ്പോഴും സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്ഥിര യോഗ്യത, ബുദ്ധി, ശക്തി, വിദ്യാഭ്യാസം, നിങ്ങളുടെ മാർക്ക്, റാങ്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള സ്ഥിര യോഗ്യതകളില്ലേ? സ്ഥിര യോഗ്യതയിൽ അതാണ് മെറിറ്റെന്ന് ബൈബിൾ പറയണത്. ഈ മെറിറ്റിൽ റിലേ ചെയ്ത് കഴിഞ്ഞാൽ, റിലേ ചെയ്യാൻ പാടില്ലെന്നല്ല, റിലേ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരാൻ പോണത്, മെറിറ്റ് നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. മനസ്സിലായില്ലേ? 80 സീറ്റ് ഉണ്ടെങ്കിൽ 800 പേര് മെറിറ്റുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രസക്തി? 80 സീറ്റേ ഉള്ളൂ, അതിന് 800 പേരുണ്ട്, മെറിറ്റുള്ള 800 പേരുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അവിടെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് പൊളിയും. അതുകൊണ്ട് ആവശ്യമില്ല ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ്. ഉടമ്പടിയിൽ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടതാണ്. അത് എന്നിട്ട് നിങ്ങൾ മുട്ടി നിൽക്കണം. കർത്താവേ, എൻ്റെ കോൺഫിഡൻസ് നിന്നിലാണ്, എൻ്റെ കോൺഫിഡൻസ് നിന്നിലാണ്. ഇതിന് എന്ത് സംഭവിച്ചത്? ഇതിന് നമ്മൾ ഉടമ്പടി വരണത്, ഇതിൻ്റെ അകത്ത് മെറിറ്റ് എന്തുമാത്രം കുറയുന്നു. മെറിറ്റ് കുറയണതല്ല പ്രശ്നം. നമ്മുടെ പ്രോബ്ലം ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്യുക, അത് ദൈവിക നടപടിക്രമം ഉണ്ടാകുക, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾ മെറിറ്റ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഉടമ്പടി ബേസിക്കായിട്ടൊരു പുതിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ നൊവേനയും ജപമാലയും അതുപോലെ മറ്റ് പ്രാർത്ഥനാ രീതികൾ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം സിംഗിൾ എഡ്ജഡ് പ്രെയറാണ്. ഉടമ്പടി ഒരു ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള പ്രെയറാണ്. നിന്നെ ഒരു കക്ഷിയാക്കുന്നു, ദൈവം വേറൊരു കക്ഷിയാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബെർത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനിലേക്ക് നീ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം താത്വികമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം അച്ഛൻ എന്താ പറയണത്? ഇപ്പം നിങ്ങൾ മെറിറ്റിൽ റിലേ ചെയ്യരുത്, അല്ല, നിങ്ങളുടെ മെറിറ്റിൽ റിലേ ചെയ്ത് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല,
അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്തുവിന് കടമാണ്, അതുകൊണ്ട് എനിക്ക് ബാങ്കിൽ ലോൺ കിട്ടണില്ല. അങ്ങനെ നിങ്ങൾ അപ്പോൾ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. അപ്പോൾ സോ ദാറ്റ് ബാങ്കുകാരൻ നമുക്ക് ലോൺ തരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് മാനുഷികമായി നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ മെച്ചമായിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ദൈവത്തെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണം? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെറിറ്റ് കുറയുന്നോ, ശ്രദ്ധിക്കുക. യോഗ്യത, മെറിറ്റ് മീൻസ് യോഗ്യത കുറയുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഒരു മെറിറ്റല്ല. ഉടമ്പടിയെ മെറിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത ഒരു 35% കുറഞ്ഞാൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? അത് എൻക്രീസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കരുത്. നിങ്ങളുടെ മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വായിട്ട് നോക്കിയിരിക്കരുത്. മെറിറ്റ് കുറഞ്ഞു, അത് 35% ആയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് വേണ്ടത്ര മാർക്കില്ല, നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ പെർപ്ലക്സ്ഡ് ആണ്, നിങ്ങൾ വേർതിരിക്കുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ കൈ വേർക്കുന്നു, നിങ്ങൾ ബബിൾ ചെയ്യുന്നതനുസരിച്ച് എല്ലാം നെഗറ്റീവ് മാർക്ക് അടിച്ചു വരുന്നു, നിങ്ങൾക്കിതിന് മെറിറ്റില്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് മെറിറ്റ് കുറഞ്ഞ് 35% മെറിറ്റ് ചുരുങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 65% എൻകറേജ് ചെയ്യണം. ഉടമ്പടി ഒരു മാത്തമാറ്റിക്കൽ പ്രെയറാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അതായത് 65%-ലേക്ക് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് 30% മെറിറ്റുള്ളൂ, ദൈവം എന്നെ സഹായിച്ചുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഈ മെറിറ്റ് 35% ഉള്ളൂ എങ്കിൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? ഈ ബ്ലാങ്കിലേക്ക് നിങ്ങൾ വരപ്രസാദം നടക്കണം. മനസ്സിലായില്ലേ? അത് എൻകറേജ് ചെയ്യണം. കാര്യം ബൈബിൾ എപ്പോഴും നിൽക്കുന്നത് നമ്മുടെ ശക്തിയും കൃപയും ഏതാണ്ട് ഒരേ ലെവലിലാണ്. അതായത് ശക്തിയിൽ നിന്നാണ് കൃപ വരുന്നത്, കൃപയിൽ നിന്നാണ് ശക്തി വരുന്നത്. കൃപയും ശക്തിയും ഒന്നാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കൃപ പറയുന്നിടത്ത് വെച്ച് ദൈവവചനം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായില്ലേ? കൃപയെക്കുറിച്ച് പറയുന്നിടത്ത് വെച്ച് ദൈവം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. ശക്തി എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 കൊറിന്ത്യർ വായിച്ചുള്ള 12:9 സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ യേശുവേ സ്തോത്രം. 2 കൊറിന്ത്യർ 12:9 വായിച്ചോളൂ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. ഏറ്റു പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വാക്ക് ഒന്നിനു എന്ന് പറഞ്ഞ്, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ശക്തി പ്രകടമാകണത് എന്നല്ല പറയണത്. എന്താണ് ശക്തി? അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നത് എവിടെ വെച്ചാണ്? ബലഹീനതയിലാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെറിറ്റ്ലെസ്സാണ്, യോഗ്യത കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോഴേ എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായ പ്രകടമാകണമെന്ന് പറയുമ്പോൾ മെറിറ്റ് കുറയുമ്പോഴാണ് അതനുസരിച്ചുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാണ്. എഫെസ്യസ് 2:8 2 കൊറിന്ത്യൻസ് 12:9 സെയിമാണ്, വൺ ആൻഡ് സെയിം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യേണ്ട വചനങ്ങളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിന് അവിടെ എഫേസ്യൻസിൽ പറഞ്ഞത് എന്താണ്? മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ മെറിറ്റ് എഫേസ്യൻസിൽ 2:8 മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇനി മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം കൊറിന്ത്യൻസ് എന്താ പറയണത്?
ബലഹീനതയിലാണ് എന്ന് പറയും. അവിടെ മെറിറ്റ് ഇല്ലെന്നർത്ഥം അല്ലേ? അപ്പോഴേ എന്നിട്ട് എന്ത് ചെയ്യും? ബലഹീനതയിൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ബലഹീനതയെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ബലഹീനതയാണ്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി. അത് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. അപ്പോഴേ നമ്മൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, when I am weak then I am strong. ഇൻ കേസ് നിങ്ങൾക്ക് മെറിറ്റ് കുറയുന്നു അല്ലേ, മെറിറ്റ് യോഗ്യത കുറയുന്നു, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യോഗ്യത കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രേസ് കൂട്ടിയെടുക്കണം. മനസ്സിലായോ? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ അതുലിൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങളിൽ വരണം. എന്താണെന്നറിയാവോ? ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ വന്ന്. ഓൺലൈൻ എടുക്കുന്ന ഉടമ്പടിയിലെല്ലാം അമ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വന്ന് ഉടമ്പടി എടുക്കണം. പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുക്കണം. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. ഒന്ന് ഓൺലൈൻ ഉടമ്പടി, നിങ്ങൾ ഏത് അന്റാർട്ടിക്കയിലായിരുന്നാലും എടുക്കാൻ പറ്റുന്ന ഓൺലൈൻ ഉടമ്പടി. അമ്മയുടെ സന്നിധിയിലേക്ക് വന്നെടുക്കുന്നതാണ് തീർത്ഥാടന ഉടമ്പടി. അപ്പോൾ അതിനാദ്യം എടുത്ത ഓൺലൈൻ ഉടമ്പടിയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ഓഫർ ലെറ്റർ വന്നു. കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ ഞെട്ടിച്ചു പോയി. പക്ഷേ പിന്നെന്താ പ്രോബ്ലം? അടുത്ത പ്രോബ്ലം എന്താണ്? അടുത്ത പ്രോബ്ലം കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു 60 ലക്ഷം രൂപ അടക്കണം. അതാണ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയണത്. യൂണിവേഴ്സിറ്റി കൊണ്ട് 60 ലക്ഷം രൂപ അടക്കണം. 6 ലക്ഷം രൂപ അടക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ മെറിറ്റ് ഇല്ല. അവിടെ അതാണ് നമ്മൾ ഉടമ്പടി ഭാഷ പറഞ്ഞ യോഗ്യതയില്ല. അതുകൊണ്ട് ഉടനെ ഇവൻ ബാങ്കിൽ പോകും. 2-3 ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരൻ പറയണത് ഇവന് സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്നാണ്. അതാണ് ഈ മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ഉടമ്പടി ഭാഷയിൽ പറഞ്ഞ മെറിറ്റ് ഇല്ല. സിവിൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻ്റുകൾ കുറവായിരിക്കും. ഇപ്പോൾ ഒരാളിന് 100 പോയിൻ്റ് കിട്ടിയാൽ മാത്രമേ, ഇപ്പോൾ എല്ലാം പോയിൻ്റാണല്ലോ, അത് കമ്പ്യൂട്ടറാണ് നിശ്ചയിക്കുന്നത്. നമ്മളുടെ എല്ലാ സാധനവും അപ്ഡേറ്റ് ചെയ്ത് കാണുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മുടെ പേരടിച്ചിടുമ്പോൾ തന്നെ, ആധാർ കാർഡിലൊക്കെ പേരടിച്ചിടുമ്പോൾ തന്നെ പോയിൻറ്റ്സ് പറയും കമ്പ്യൂട്ടർ. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. പണ്ടൊക്കെ ആ ബാങ്കിൽ നിന്ന് കടമെടുത്ത ഈ ബാങ്കിൽ നിന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കുമായിരുന്നു. ഇപ്പം ബാങ്കുകാരെല്ലാം കൂടി നെറ്റ്വർക്കിൽ സേവ് ആക്കി വെച്ചിട്ട് ഒരു പണിയും നടക്കത്തില്ല. ഏതെങ്കിലും നരകത്തിൽ പോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ശരി, നിങ്ങൾ വരുമ്പോൾ പിടുത്തം വീഴും. അപ്പോൾ പോയിൻ്റ് കുറവായത് കാരണം ഇവൻ എന്ത് ചെയ്യും? അപ്പോൾ അവന് മെറിറ്റില്ലല്ലോ, സിവിൽ പോയിൻ്റ് കിട്ടണില്ല. 60 ലക്ഷം രൂപ വേണ്ടേ? അപ്പോൾ പോയിൻ്റ് കുറവായതുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനാണ് അച്ഛൻ മെറിറ്റെന്ന് പറയണത്. മെറിറ്റ് തീർന്നാൽ പിന്നെ എന്നാ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രേസാണ്. യോഗ്യത പോയാൽ പിന്നെ എന്താ വർക്ക് ചെയ്യണത്? കൃപയാണ്. ഇതാണ് എഫെസ്യസ് 2:8 ഫോർമുല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് അതിൽ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിവിൽ പോയിൻറ്റ്സ് ഇല്ലല്ലോ, അപ്പോൾ മെറിറ്റ് ഇല്ലല്ലോ. അവൻ പിന്നെ എന്ത് ചെയ്യും? അവൻ്റെ ഓൺലൈൻ ഉടമ്പടി അവൻ കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്യും? അവനത് തീർത്ഥാടന ഉടമ്പടിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെന്താണ്? ടെക്നിക്കലായിട്ട് അതായത് നമ്മുടെ ഗ്രേസ് ലെവൽ കൂടാൻ വേണ്ടിയാണ്. ഗ്രേസ് ലെവൽ അവനെ അറിയത്തില്ലത്. അവനെ ചെയ്തിരിക്കണ കാര്യം പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അറിയണ ഒരാളുണ്ടല്ലോ, അങ്ങനെ വേണമെന്നാ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമില്ലേ? 14:26 വായിച്ചേ. ശ്രുതികട്ടെ ലലിയ. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഒന്നിനു പറഞ്ഞ യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അപ്പോൾ ഇതൊരു വിഷയമാണ്. ഇപ്പൊ ചില കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അതേസമയം തന്നെ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. കാര്യം 14:26 എന്താണ്? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് ഈശോ പറഞ്ഞത്? സഹായകനാണ്. മനസ്സിലായല്ലേ? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്നത് ആരാണ്? സഹായകനാണ്. ഈ സഹായകൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യത്തിൽ സഹായം, കുറച്ച് കാര്യത്തിൽ വേറെ നമ്മൾ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകണം, അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും സഹായകനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നന്ദി പറയുന്നു. കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, എപ്പോഴും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായകനായി കൂടെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗം തുറന്നു നീ, സ്വർഗം തുറന്നു നീ, പരന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, അഭിഷേകം തരണേ. സ്വർഗം തുറന്നു നീ, സ്വർത്തിപ്പാട്. സ്വർഗം തുറന്നു നീ, പരന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ, അഭിഷേകം തരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും ഒരു മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ അച്ഛൻ പറയുക, അല്ലേ? വിശുദ്ധിയോടെ വ്യാപരിക്കാൻ പറയും. അതെന്തിനാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഈ ദൈവസാന്നിധ്യം എന്നുള്ള കൺസെപ്റ്റ് ഭയങ്കര ശക്തമാണ്. മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ഉടമ്പടിയുടെ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അറിയണം. എന്താ വെച്ചാൽ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ കാരണം ഇതിലൊന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വെൻ യു ടേക്ക് ദ കവനന്റ് പ്രെയർ യു റിസീവ് ഹോളി സ്പിരിറ്റ്. അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടായിരിക്കണം. അല്ലാതെ നിങ്ങളിങ്ങനെ ആക്കാനും വേണ്ടി ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കാം, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, അതുകൂടി എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കാണ്ടാമൃഗ ക്രിസ്ത്യാനിയില്ലേ, ആ ടൈപ്പിൽ വന്നാൽ ഒരു പണിയും നടക്കത്തില്ല. മറിച്ച് നിങ്ങൾ ഇതിന് ഉടുത്തുകെട്ടി ഇറങ്ങണം സംഭവം. കാര്യം ഇത് പെർഫെക്റ്റ് ഫോർമുലയിൽ വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലാതെ നിങ്ങളുടെ അംബിഗസ് ഹൈപ്പോത്തസിസിൽ വർക്ക് ചെയ്യണമല്ല. ഇത് ബിബ്ലിക്കലായിട്ടുള്ള കറക്റ്റ് ഫോർമുല വർക്ക് ചെയ്യേണ്ടതാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും 4.1 ആകത്തില്ല, 3.99 ആകത്തില്ല. ദാറ്റ് ഈസ് 4 ഷാർപ്പ് ഷൂട്ടറാ. അതുകൊണ്ട് തന്നെ മക്കൾ ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഉടമ്പടി വിഷയത്തിൽ.
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി നിബന്ധനകള് വിശ്വസ്തതാപൂർവ്വം പാലിക്കാനുള്ള വലിയ കൃപ ഉടമ്പടി എടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ കൽപ്പനകൾക്ക് കാതോർത്ത് എത്രയും വേഗം ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉടമ്പടിയിലെ എക്കാലം പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി എടുക്കാൻ പോകുന്നവരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഉടമ്പടിയിൽ എപ്പോഴും ഒരു ഉള്ളിലിരുന്നൊരു ആലോചന എല്ലാ കാര്യങ്ങൾക്കും ദൈവം തരും. അതിന് നമ്മൾ ആഗ്രഹമെന്ന് പറയുകയും ചെയ്യും, ചിലപ്പോൾ ചിന്തയെന്ന് പറയും, ചിലപ്പോൾ ആശയമെന്ന് പറയും. പക്ഷേ എല്ലാം ദൈവികമായിരിക്കും. കാര്യം എന്താണ്? നീ വിശുദ്ധിയോടു കൂടിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഡോണയുടെ സാക്ഷി ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, അവളെ സംബന്ധിച്ചത് അവിടെ പാസ്പോർട്ട് റിജക്റ്റഡ് ആണ്. പാസ്പോർട്ട് റിജക്റ്റഡ് ആണ്. വെറും ഒരു 72 മണിക്കൂർ കൊണ്ട് പുതിയ പാസ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. നടക്കാത്ത കാര്യമാണ്. 1 മാസം അതിൻ്റെ ഡോർമെൻറ്റ് ടൈമുണ്ട്. പക്ഷേ ഇവൾ പാസ്പോർട്ട് തിരിച്ച് റിജക്റ്റായ പാസ്പോർട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള പാസ്പോർട്ട് കൊണ്ടുവന്ന് പാസ്പോർട്ട് ഓഫീസിൽ കാണിക്കുമ്പോൾ അയാൾ പറയും ഇതിൻ്റെ അത് മിസ്റ്റേക്സ് ഒന്നുമില്ല എന്ന് പറയണല്ലേ എന്ന് പറഞ്ഞ് അയാൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഫോറിൻ എംബസിയിൽ നിന്ന് റിജക്റ്റായി ഈ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് റിജക്റ്റ് കഴിയുമ്പോൾ ഇവിടെ എവിടെ പോകാനാണ്? അപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതിനാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ കത്തും. എന്താ? മുകളിലോട്ട് പോവുക, ഏറ്റവും മുകളിൽ ഹയർ ഓഫീസറിനെ പോയി കാണുക. അതെന്താണ്? നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയും. ആ വചനം എടുത്തേ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 30:21. യെശയ്യാ 30:21 വായിച്ചുള്ളുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, എന്നിട്ട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ ഒരു ഫോർമാറ്റിലേക്ക് മൈൻഡ് സെറ്റ് തിരിച്ചു വരണം നമ്മൾ. അതായത് പെട്ടെന്ന് ഡെഡ് എൻഡായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഇവളുടെ പാസ്പോർട്ട് റിജക്റ്റായി, ഫോറിനിൽ നിന്ന് റിജക്റ്റായി, വിസ റിജക്റ്റായി, ഇവിടെ നിന്ന് റിജക്റ്റായി. അപ്പത്തിന് എന്ത് ചെയ്യും? പിന്നെ എങ്ങോട്ട് തിരിഞ്ഞിട്ടും നിവർത്തില്ലാതപ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അവളുടെ മനസ്സിൽ തോന്നി ഹയർ ഓഫീസറിനെ പോയി കാണാൻ പറഞ്ഞ്. ഹയർ ഓഫീസറിനെ പോയി കാണുമ്പോൾ അതിനേക്കാൾ വിഷയം കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ ഹയർ ഓഫീസിനെ പോയി കാണുമ്പോൾ ഇവിടെ ഉടമ്പടി കാശിൽ ഇടയിലുണ്ട്. അത് തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലിയാ പോണത്. അതായത് നിങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യം. ദാറ്റ് മീൻസ് എന്താണ്? 33:14 വായിച്ചോളൂ. പുറപ്പാടിൻ്റെ പുസ്തകം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. സോ പ്രസൻസ് ഈസ് ഫോർ കൺസോലേഷൻ. നോ, അതാണ് എൻ്റെ ഉടമ്പടിയുടെ രീതി. എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യം നൽകണത് എന്തിനാണ്? ചുമ്മാ കാഴ്ചക്കാരനെ പോലെയല്ല. ഇപ്പം ചില നിയമസഭയിലും യുഎൻഒയിലുമൊക്കെ ചില ക്ഷണിക്കപ്പെട്ട അതിഥികളില്ലേ, ഓൺ ലുക്കേഴ്സായിട്ട് പോയി അവിടെ പ്രൊസീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കും. സിനഡിലും ഉണ്ടാകും പ്രൊസീഡിങ്സ് കണ്ടുകൊണ്ടിരിക്കുക അനുവാദം. വല്ല കഥയുള്ള അത് അവരുടെ പ്രൊസീഡിങ്സേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന. അതിൻ്റെ അത് വോട്ട് ചെയ്യാനൊന്നും നമുക്ക് അധികാരമില്ല. നിരീക്ഷകരായി പോണവർ. മനസ്സിലായോ? നമുക്ക് അതായത് ഇതുപോലെ വലിയ വലിയ ഫോറങ്ങളിൽ നിരീക്ഷകരുണ്ടാവും. അവർക്ക് വിളിക്കാൻ പറ്റത്തില്ല. അവർ ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ്. നിരീക്ഷകരായിട്ട് കണ്ണ് മാത്രം തുറന്നിരിക്കും, ഒരു ക്ലിപ്പിട്ട് വെച്ചിരിക്കുക. അതിനാണ് നിരീക്ഷകരെന്ന് പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു നിരീക്ഷകനല്ല. മനസ്സിലായില്ലേ? നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയും. നീ 34:14 നമ്മളെന്താ വായിച്ചത്?
കേട്ടോ? എന്താ വായിച്ചത്? ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിന്നോടൊക്കെ വരിക മാത്രമല്ല ചെയ്യണത്, പിന്നെ എന്താണ്? നിനക്ക് ഉടമ്പടി എടുക്കുന്നൊരു ബോധം ഉണ്ടാകണം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയുള്ള ദൈവമാണ്? നിരീക്ഷകനായ ദൈവമല്ല. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകണ ദൈവം. പുറപ്പാട് 33:16 അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ പറഞ്ഞ് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. പ്രൈസ് ലോർഡ്. മേക്ക് എ ഡിഫറൻസ് എന്നോ പറയത്തില്ലേ? അതായത് മറ്റ് വ്യക്തികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കും. അനിൽ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അവിടെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അതായത് ഇവൻ ഒരു പയ്യൻസാണ്. ശരിക്കും ഇവന് ആകെപ്പാടെയുള്ള ആസ്തി എന്താണ്? വിശ്വാസം. പിന്നെ ഉള്ളത് എന്താണ്? ആഗ്രഹം. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് കൊണ്ടാണ് ഇവിടെ മൂലധനം ഇതാണ്, ക്യാപിറ്റലാണ്. ഒരു വിശ്വാസിയുടെ ക്യാപിറ്റൽ എന്താണ്? പൈതൃക സ്വത്താണോ? കാലാകാലങ്ങളായിട്ട് അപ്പന്മാരിൽ നിന്ന് എന്നൊക്കെ പകർന്ന് കിട്ടിയ നൂറുകണക്കിന് ഏക്കർ ഭൂമിയാണോ? എന്താണ്? നമുക്കുള്ള വിദ്യാഭ്യാസമാണോ? നമുക്കുള്ള കെട്ടുപാടുകളാണോ? നമുക്ക് ശുപാർശ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാനുമുള്ള സംവിധാനങ്ങളാണോ? വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് എ ഫെയ്ത്ത്ഫുൾ? ഒരു വ്യക്തിയുടെ മൂലധനം എന്താണ്? യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. നീ അത് മനസ്സിലാക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എടുത്ത നീ വ്യക്തിയാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കക്ഷിയായി, നീ മറുകക്ഷിയായി കർത്താവിനോട് നീ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഇതിൽ നിന്റെ മൂലധനം എന്ന് പറയുന്നത് നിന്റെ കർത്താവ് തന്നെയാണ്. കൈയിട്ടിച്ച് കർത്താവ് സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം. എപ്പോഴും ബൈബിൾ ഇങ്ങനെ വല്ലാണ്ട് പറയുന്ന ഒരു സംഭവമാണ്. എന്താണ്? ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി എന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ജീവനുദുക ജീവദായക ജീവനുദുക ജീവദായക ജീവനാളമാ എരിഞ്ഞു തീരുക ജീവനാളമാ എരിഞ്ഞു തീരുക. ജനം കേൾക്കുക, ഏറ്റുപറയുക. 16-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. 16 സങ്കീർത്തനം 16:5 ഏറ്റുപറയുക. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ഓ ദാറ്റ്സ് ഓക്കേ. അതായത് ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. The Lord God is my portion and cup. എന്നുവെച്ചാൽ കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ അപ്പം തന്ന സ്വത്തല്ല. നിങ്ങൾ എവിടെ ആശ്രയിക്കണമെന്ന് പറയുകയാണ്. യു മസ്റ്റ് റിലേ അപ്പോൺ യുവർ ലോർഡ് യുവർ ഗോഡ് ഹിസ് ക്രൂസിഫൈഡ് ആൻഡ് റിസൺ. നിന്റെ മേൽ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് നിനക്ക് വേണ്ടി പകരമായവനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. കൈയടിച്ച് കർത്താൻ അവിടുത്തെ കരങ്ങളിലാണെന്ന് പ്രഖ്യാപിക്കാനുള്ള
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്തരം കാര്യങ്ങളാണ് അതുൽ ജോർജ് പറയണത്. എന്താണ്? എൻ്റെ ആസ്തി, എൻ്റെ മൂലധനം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ വിശ്വാസമാണെന്ന്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയുമായ എൻ്റെ കർത്താവിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആസ്തിയും എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയുമായ കർത്താവാണ് എൻ്റെ മൂലധനം. എൻ്റെ ആസ്തിയും എൻ്റെ അവകാശവുമായ കർത്താവാണ് എൻ്റെ മൂലധനം. അതുകൊണ്ട് അവൻ പറയുന്ന കാര്യമുണ്ട്, എനിക്ക് സിവിൽ പോയിന്റ്സ് ഇല്ല, അതുകൊണ്ട് ബാങ്കുകാർ എന്നെ റിജക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഐ ലോസ്റ്റ് മൈ മെറിറ്റ്, അല്ലേ? ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉടമ്പടി റിലൈസ് ചെയ്തു. നിങ്ങൾ ഓർക്കണം, ഹീസ് എ സ്റ്റുഡൻറ്റ്, ഒത്തിരിയേറെ വർഷങ്ങൾ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളല്ല, ഒരു പുതുക്കക്കാരനാണ്. എന്നാലും ചെയ്യണ കാര്യങ്ങൾ വൃത്തിയും മെനയോടായിട്ട് ചെയ്തിരിക്കുകയാണ്, വെടിപ്പായിട്ടങ്ങോട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഉടമ്പടിയെ അത് റൈറ്റ് ഫോളോ ചെയ്യുകയാണ് കൃത്യമായിട്ട്. എന്താണ്? എൻ്റെ കർത്താവാണ് എൻ്റെ ഓഹരി, എൻ്റെ അവകാശം എന്ന് പറയുന്ന സങ്കീർത്തനം 16:5 നിലപാടാണ്. എന്താണ്? എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണെന്ന് പറയണത്. എൻ്റെ ആസ്തി എൻ്റെ വിശ്വാസമാണ്.